റെസ്റ്റോറൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഭണ്ഡാരി കുക്കാരാന്ന് ചോദിക്കാറില്ല, എന്തൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഒന്നും അന്വേഷിക്കാറില്ല. നമുക്ക് ആ മെനു തരും, അതിങ്ങനെ നോക്കിയിട്ട് നമ്മൾ പറയുന്നതും ഇന്നതുകൊണ്ട് കൊണ്ടുവരുന്നു. അതൊക്കെ തിന്നിട്ട് നമുക്ക് വേണ്ടത് തിന്നിട്ട് ആ ബില്ല് വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ തടി തപ്പും. ഒരന്വേഷണം ഇല്ല. എന്ത്, ആരാണ് ഇവിടുത്തെ കുക്ക്, ഈ ഹോട്ടൽ ആരുടേതാണ്, എന്ത് വരുമാനമുണ്ട്, ആരാണ് ഈ ഇതൊക്കെ പ്രിപ്പറേഷൻ, ഒന്നും ചോദിക്കാറില്ല. നമ്മൾ ഓർഡർ ചെയ്യുന്നു, ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എത്തുന്നു, കഴിക്കുന്നു, പേയ്മെൻറ്റ് നടത്തുന്നു, പോകുന്നു. ഇതേമാതിരിയാണ് പല ഫാമിലിയും. രാവിലെ വരുന്നു, ഡൈനിങ് ടേബിൾ നാസ്ത റെഡിയാണ്, ആവശ്യമുള്ളത് എടുത്തു കഴിക്കുന്നു, പോകുന്നു. ഖലാസ്. സത്യത്തിൽ അള്ളാൻ്റെ റസൂല് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നൊന്ന് കഴിച്ചു നോക്കി, അതിൻ്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ കഴിക്കുന്ന ഭക്ഷണം എത്ര ലളിതമാണെങ്കിലും എത്ര കുറവാണെങ്കിലും അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ ഉള്ളതുണ്ടല്ലോ. ആധുനിക ശാസ്ത്രജ്ഞന്മാർ 68ഓളം US-ലെ യൂണിവേഴ്സിറ്റികളിൽ ഈ വിഷയത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. ഇപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളുടെ പവിത്രത ഊന്നിപ്പറയുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം ഇത്തരം ബന്ധങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്, കുടുംബാംഗങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തു നിസായിലെ 1-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഒട്ടുമിക്ക ഖുതുബകളുടെയും ആമുഖമായി ഖതീബുമാരും വാഇളുമാരും പ്രസംഗകരുമൊക്കെ ഈ സൂക്തമാണ് ഓതിക്കേൾപ്പിക്കാറുള്ളത്. അതിൻ്റെ അർത്ഥങ്ങളിലേക്കോ ആശയതലങ്ങളിലേക്കോ പലപ്പോഴും വേണ്ടത്ര ആഴത്തിൽ നമ്മൾ ഇറങ്ങിച്ചെന്നിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അള്ളാഹു വിശ്വാസി സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നത് മുഴുവൻ ജനങ്ങളെയും അഭിസംബോധനം ചെയ്തുകൊണ്ടാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ, പ്രിയ ജനങ്ങളെ, നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കണം. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ തഖ്വയോടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഈ പറയുന്നത് വെറും വിശ്വാസി സമൂഹത്തോട് മാത്രമല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഫാമിലി മീറ്റ് കൈകാര്യം ചെയ്യുന്ന വിഷയവും ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയല്ല. പക്ഷേ എന്തിനും മാതൃകയാകേണ്ടത് നമ്മളായതുകൊണ്ട് നമ്മളാണ് ആദ്യം അതിൻ്റെ പഠിതാക്കളാകേണ്ടത്, പ്രയോക്താക്കളാകേണ്ടത്, അതിൻ്റെ പ്രചാരകരായി മാറേണ്ടത്. അള്ളാഹു പറയുന്നത് അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ആരാണ് റബ്ബ്? അവനാണ് നിങ്ങളെ ഒരൊറ്റ ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ചത്. എന്നിട്ടോ വബസ്സ മിൻഹുമാ റിജാലം വഖലഖ മിൻഹാ സൗജഹ, ആ ഒറ്റ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഇണയെ സൃഷ്ടിച്ചു. അങ്ങനെ ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി, ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും അലൈഹിമസ്സലാമിൽ നിന്നുമായി വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ഒരുപാട് ആണുങ്ങളെയും ഒരുപാട് സ്ത്രീകളെയും അല്ലാഹു സൃഷ്ടിച്ചു. ഭൂമുഖത്തിൽ ആ വംശവർദ്ധനവ് അല്ലാഹു സ്ഥാപിച്ചു. വത്തഖുല്ലാ, വീണ്ടും അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, കുടുംബബന്ധം മുൻനിർത്തി അല്ലാഹുവിനോട് അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർ. അതുകൊണ്ട് ആരുടെ പേരിലാണോ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ അല്ലാഹുവെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്
അള്ളാഹു അതോടൊപ്പം ചേർത്തി പറഞ്ഞു, വൽ അർഹാം, കുടുംബബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മാനിക്കുക എന്ന് സാരം. എല്ലാ പ്രസംഗങ്ങളുടെയും ആമുഖമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ ഈ 1-ാമത്തെ വചനം നാം കേൾക്കാറുണ്ട്. ഇന്ന് പക്ഷേ മുസ്ലിം ഉമ്മത്തിലേക്ക് പോലും ഈ കുടുംബ ശൈഥില്യം കയറി പറ്റിയിട്ടുണ്ട് എന്നത് ഒരു ദുഃഖസത്യമാണ്. കാരണം ഈ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മളും സമൂഹത്തിൻ്റെ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ പല വൈകല്യങ്ങളും നമ്മിലേക്കും അറിഞ്ഞോ അറിയാതെയോ കയറി വരികയാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് കുടുംബ ശൈഥില്യം കുറവുള്ളത് എന്നതും വൃദ്ധസദനങ്ങൾ കുറവുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ ആ മഹാവിപത്തിനെ ഒട്ടും അവഗണിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമാണ് സംജാതമായിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഒരു യുവാവ് ഒരു വൈവാഹിക മോചനം തേടിയിട്ട് നമ്മുടെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ അതിന് വിധി പറഞ്ഞത് ജഡ്ജ് മുഹമ്മദ് മുഷ്താഖും അതുപോലെ തന്നെ സോഫി തോമസുമായിരുന്നു. അവർ ഈ കേസ് പഠിച്ചിട്ട് അവർ പറഞ്ഞ ചില നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ്. ഈ കാലഘട്ടത്തിൽ വിവാഹം എന്നത് ഒരു ഭാരമായി കാണുകയാണ് ആളുകൾ. ഭാര്യ, കുട്ടികൾ, കുടുംബം, ഇതൊക്കെ ഒരു ഭാരമായി കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. വെറി ഇൻവൈറ്റഡ് ഫോർ എവർ, വൈഫിൻ്റെ സ്പെല്ലിങ് വെച്ചിട്ട് അതിന് ഒരു പാഠഭേദം ഉണ്ടാക്കിയിരിക്കുകയാണ്. WIFE ആണല്ലോ വൈഫിൻ്റെ സ്പെല്ലിങ്. അതിന് അവർ പറഞ്ഞത് ആധുനിക ലോകം കാണുന്നത് ഇങ്ങനെയാണ്, എന്ത്, വെറി ഇൻവൈറ്റഡ് ഫോർ എവർ, എന്നത്തേക്കുമായിട്ട് മനുഷ്യന്മാർ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഒരു ശല്യമാണ് എന്ത്, വൈഫ്. ആ ഒരു നിരീക്ഷണത്തിലാണ് ആധുനിക സമൂഹം എത്തപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല. വൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എവർ എന്നായിരുന്നു വൈഫിന് അവർ കണ്ടിരുന്ന, അവർ നിരീക്ഷിച്ചിരുന്ന സംഗതി. വൈസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഏറ്റവും ബുദ്ധിപരമായ ഒരു കരുതൽ. ഫോർ എവർ, എന്നത്തേക്കുമായി എൻ്റെ കൂടെ ഉണ്ടാകേണ്ട, എൻ്റെ മക്കളെ നോക്കേണ്ട, ഈ ലോകത്തും പരലോകത്തും എനിക്ക് തുണയായി മാറേണ്ട ഒരു വൈസ് ഇൻവെസ്റ്റ്മെൻ്റാണ് ആകണം എൻ്റെ ഭാര്യ എന്നായിരുന്നു കരുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതൊരു വെറി ഇൻവൈറ്റഡ് ഫോർ എവർ എന്ന ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് അവർ നിരീക്ഷിച്ചത്. ആ നിരീക്ഷണം വളരെ സത്യമാണ്. ആളുകൾക്ക് ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ പവിത്രത മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കുട്ടികളും കുടുംബവുമായി ജീവിക്കുന്നതിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുടുംബ ശൈഥില്യം എല്ലാവരിലും ഗ്രസിച്ചിട്ടുണ്ട്. ഒരു വീടിന് തറക്കല്ലിടുമ്പോൾ അതിൻ്റെ ആ സ്കെച്ച്, ഒരു മാപ്പ് എൻജിനീയർ തരും. ആ എൻജിനീയർ തന്ന മാപ്പ് നോക്കിയിട്ട് നമ്മൾ അവിടെ സെപ്പറേഷൻ തുടങ്ങുകയാണ്. ഇത് മാസ്റ്റർ ബെഡ്, അവിടെ പിമ്മി, ഓക്കെ. മറ്റേത് മകൾക്ക്, ഇന്നത് മകന് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ തുടങ്ങുകയാണ്. അപ്പം തന്നെ അതിലൂടെ ഒരു സെപ്പറേഷൻ മനസ്സിൻ്റെ അഗാധ തലങ്ങളിലേക്ക് കയറി വരികയാണ്. പുരണ്ടായി വരുമ്പോൾ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. എന്ത്, ആ മാസ്റ്റർ ബെഡിൽ ഉമ്മിപ്പിയാണ് കയറി കഴിഞ്ഞാൽ പിന്നെ സ്കൂളോ കോളേജോ വിട്ടു വന്നിട്ട് മകൻ മകൻ്റെ റൂമിലേക്കും മകൾ മകളുടെ റൂമിലേക്കും. അതുകൊണ്ടാണ് സാമൂഹ്യ നിരീക്ഷകന്മാർ നിരീക്ഷിച്ചത് ആധുനിക കുടുംബ വ്യവസ്ഥിതിക്ക് കാര്യമായ തകർച്ച പറ്റിയിട്ടുണ്ട്. അവർ നിരീക്ഷിച്ചത് അത് ഒരു സൂ ഫാമിലിയായി മാറിയിട്ടുണ്ട്. സൂ എന്ന് പറഞ്ഞാൽ എന്താ, മൃഗശാലയാണ്, എല്ലാവർക്കും അറിയാം.
മൃഗശാല തുടങ്ങുമ്പോണ്ട് അവിടെ ഒരു ജിറാഫ്, മൃഗശാല തുടങ്ങിയപ്പോണ്ട് അവിടെ സിംഹം, കുരങ്ങൻ ഒക്കെ. എന്നിട്ടോ ഈ കുരങ്ങും ഈ ജിറാഫും ഈ ആനയും ഒക്കെ കൂടെ നല്ല ലോക്യത്തിലാണോ പിന്നെ അവിടെ ജീവിക്കുന്നത്? അല്ല. എന്തേ? ആനനെ കൊണ്ടുപോയിട്ട് ആനനെ തളക്കേണ്ട സ്ഥലത്ത് തളച്ചു, ജിറാഫിനെ കൊണ്ടുപോയിട്ട് അതിൻ്റേതായ സ്ഥാനത്ത് തളച്ചു. ബാക്കിയുള്ള ഓരോ മൃഗങ്ങളെ കൊണ്ടുപോയിട്ടും അവരവരുടേതായ കേജുകളിലാണ് ഈച്ച് ആൻഡ് എവരി മൃഗങ്ങൾക്കും ആനിമൽസിനും അവരുടേതായ ചില കേജുകൾ, അതിലാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ യാതൊരു ലോകിയുമില്ല. വേറൊരു ഫാമിലി സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റ് ഫാമിലിയാണ്. എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ മാത്രം എല്ലാവരും കൂടി ഒരിടത്ത്. അപ്പോൾ അതും ഇല്ല കേട്ടോ, അവിടെ നിന്നൊക്കെ വെട്ടിക്കണം. ഇതൊക്കെ പഴയ നിരീക്ഷണമാണ്. ഭക്ഷണം കഴിക്കാനൊന്നും എല്ലാവരും ഒരിടത്ത് കിട്ടാറില്ല. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു സഹാബി വന്നിട്ട് പരാതി പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ എത്ര തിന്നിട്ടും ഒരു മതി എന്ന ഒരു തോന്നലുണ്ടല്ലോ, തോന്നുന്നില്ല, എന്താണെന്നറിയില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല എന്നാണ് പരാതിപ്പെട്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിച്ചു, നിങ്ങൾ ഒറ്റക്കായിട്ടാ തിന്നൽ അതോ കൂട്ടായിട്ടാണോന്ന്? അയാൾ പറഞ്ഞു, ഒറ്റക്കാണ് റസൂലെ തിന്നാറുള്ളത്. പ്രസംഗിക്കണമെങ്കിൽ വിവരം മാത്രം പോരാ, കുറച്ച് ഉയരം കൂടെ വേണമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, ഇനി ആരും ഉറങ്ങണില്ലല്ലോ അവിടെ? ഇല്ല, ചായ ഇട്ടാത്തോണ്ടേ ആ വിഷമത്തിലാണ്. ഞാൻ ഇപ്പം നിർത്തിത്തരാം. അപ്പോൾ എവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച് റേഞ്ച് പോയോ? റെസ്റ്റോറൻറ്റ് നല്ല റേഞ്ചാണ് അവിടെ, ആ ഭാഗത്തേക്ക് അങ്ങോട്ടാ കുറവ്, ശ്രദ്ധിച്ചോളി. റെസ്റ്റോറൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഭണ്ടാരി കുക്കാരാന്ന് ചോദിക്കാറില്ല, എന്തൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ഒന്നും അന്വേഷിക്കാറില്ല. നമുക്ക് ആ മെനു തരും, അതിങ്ങനെ നോക്കിയിട്ട് നമ്മൾ പറയും ഇന്നതും ഇന്നതുകൊണ്ട് കൊണ്ടുവരും. അതൊക്കെ തിന്നിട്ട് നമുക്ക് വേണ്ടത് തിന്നിട്ട് ആ ബില്ല് വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ തടി തപ്പും. ഒരന്വേഷണം ഇല്ല. എന്ത്, ആരാണ് ഇവിടുത്തെ കുക്ക്, ഈ ഹോട്ടൽ ആരുടേതാണ്, എന്ത് വരുമാനമുണ്ട്, ആരാണ് ഈ ഇതൊക്കെ പ്രിപ്പറേഷൻ, ഒന്നും ചോദിക്കാറില്ല. നമ്മൾ ഓർഡർ ചെയ്യുന്നു, ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എത്തുന്നു, കഴിക്കുന്നു, പേയ്മെൻറ്റ് നടത്തുന്നു, പോകുന്നു. ഇതേമാതിരിയാണ് പല ഫാമിലിയും. രാവിലെ വരുന്നു, ഡൈനിങ് ടേബിൾ നാസ്ത റെഡിയാണ്, ആവശ്യമുള്ളത് എടുത്തു കഴിക്കുന്നു, പോകുന്നു. ഖലാസ്. സത്യത്തിൽ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നൊന്ന് കഴിച്ചു നോക്കി, അതിൻ്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ കഴിക്കുന്ന ഭക്ഷണം എത്ര ലളിതമാണെങ്കിലും എത്ര കുറവാണെങ്കിലും അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ ഉള്ളതുണ്ടല്ലോ. ആധുനിക ശാസ്ത്രജ്ഞന്മാർ 68ഓളം US-ലെ യൂണിവേഴ്സിറ്റികളിൽ ഈ വിഷയത്തിൽ പഠനം നടത്തിയിട്ടുണ്ട് എന്നാണ്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം ആലോചിച്ച് നോക്കണം നിങ്ങൾ. നമ്മളെ മുസ്ലിം ഭവനങ്ങളിൽ പോലും അത് നല്ല രൂപത്തിൽ നടക്കുന്നില്ല എന്നത് ഖേദകരമായ സംഗതിയാണ്. 68 യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്തിയിട്ട് ഒട്ടേറെ ഗുണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മാനസികമായ ഐക്യം ശക്തിപ്പെടുത്തുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല ഒരു അദബ് ഈ മാതാപിതാക്കളിലൂടെ അവിടെ വെച്ച് കിട്ടുകയാണ്. എങ്ങനെ ഭക്ഷണം കഴിക്കണം, ആ അദബ് കിട്ടുകയാണ്. മാത്രമല്ല സ്നേഹത്തിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റായ ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുകയാണ്. ആ സ്നേഹം എങ്ങനെയാകണമെന്ന് മറയില്ലാതെ കുട്ടി കാണുകയാണ്. ഉപ്പാൻ്റെ പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗം ഉമ്മാൻ്റെ പാത്രത്തിൽ കൊടുത്തു, ഉമ്മ അത് മകളുടെ പാത്രത്തിലേക്ക് ഇട്ടു, മകളത് ആങ്ങളയുടെ പാത്രത്തിലേക്ക് ഇട്ടു, മകൻ്റെ പാത്രത്തിലേക്ക് ഇട്ടു, അങ്ങനെ അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യുകയാണ്. അത് ലളിതമായ ഭക്ഷണമാണെങ്കിൽ പോലും ആ ഒരു ഷെയറിങ് ഉണ്ടല്ലോ. സത്യത്തിൽ ഭക്ഷണം മാത്രമല്ല അവർ ഷെയർ ചെയ്യുന്നത്, മറിച്ച് സ്നേഹമാണ് അവിടെ ഷെയർ ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റ് ഫാമിലി ആകുമ്പോൾ അത് ഉണ്ടാവില്ല. ബാപ്പ എവിടെയോ ആണ്, മൂപ്പര് വരുമ്പോൾ തിന്നോളും, ബാപ്പനെ കാത്തുനിന്നിട്ട് കാര്യമില്ല. എന്നാൽ ഇനി മക്കൾക്ക് ഒരുക്കം അയക്കണോ? ഇല്ല, നിങ്ങളാണ് കുടിച്ചുകൂടി എന്ന് മക്കൾ പറയും. പിന്നെ മോനൊരിടത്തുനിന്ന് തിന്നും, മോളൊരിടത്തുനിന്നും തിന്നും, കഴിഞ്ഞു. അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. റെസ്റ്റോറൻറ്റ് ഫാമിലി ആവുകയാണ്.
വേറൊന്നുണ്ട് കേട്ടോ, ഗോഡൗൺ ഫാമിലി. അത് അതിലേറെ ഇറങ്ങാറാ. അതെന്താണെന്ന് വെച്ചാൽ സാധനം എടുക്കാനും വെക്കാനും മാത്രമാണ് മൂപ്പർ അവിടെ ആ പെരയിൽ വരുന്നത്. മോളും അങ്ങനെ തന്നെ. ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ കോളേജിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബാപ്പി അങ്ങനെ തന്നെയാണ്. ആ സാധനം എടുത്തു പോയി. അത് ഗോഡൗൺ ഫാമിലിയാണ്. ആലോചിച്ച് നോക്കുങ്ങൾ, ഇനിയുണ്ട് കുറേ ഒക്കെ കൂടെ പറഞ്ഞു കണ്ട് ഇടങ്ങാറാക്കണില്ല. ഇതിൽ ഏത് ഫാമിലിയാണ് നമ്മളെ ഫാമിലി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പലപ്പോഴും ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറുകയാണ്. ഭാര്യയും ഭർത്താവും ഒറ്റക്ക്, കുട്ടികളൊക്കെ വേറെ എവിടെയൊക്കെയോ ആണ്. അവിടെ യാതൊരു ഹാപ്പിനെസ്സും കളിയാടുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ മക്കൾ വേണം, പേരക്കുട്ടികൾ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബ ബന്ധത്തിൻ്റെ പവിത്രത പഠിപ്പിച്ചെടുത്ത് അത് എടുത്തു പറഞ്ഞു. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു. വജഅല മിൻ അസ്വാജിക്കും ബനീന വഹഫദ. എന്നിട്ട് കുട്ടികളും പേരക്കുട്ടികളും ആക്കിയിട്ട് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ആ കുട്ടികളെ നോക്കുന്നതിനേക്കാൾ ഇഷ്ടം ചിലപ്പോൾ പേരക്കുട്ടിനോട് വാപ്പാക്ക് വല്യപ്പാക്ക്. കുട്ടിക്കും അങ്ങനെ തന്നെ. കുട്ടി വല്യപ്പാൻ്റെ ഒപ്പം നടക്കാൻ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഉമ്മമ്മാൻ്റെ ഒപ്പം നടക്കാൻ ഇഷ്ടപ്പെടുക. എന്തേ? ഉമ്മാനേക്കാൾ ഇഷ്ടം ഉമ്മമ്മയോട്. ആ പ്രായം ഇങ്ങനെ കൂടുമ്പോൾ ആ പേരക്കുട്ടിൻ്റെ ഇരുത്തവും നടത്തവും ഓരോ സംഗതിയും എന്തെന്നില്ലാത്ത കൗതുകത്തോടെയാണ് ഈ പ്രായാധിക്യത്തിൽ ഉപ്പയും ഉമ്മയും നോക്കിക്കാണുന്നത്, വല്യപ്പയും വല്യമ്മയും നോക്കിക്കാണുന്നത്. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് റബ്ബിൻ്റെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളെ മാത്രമല്ല പേരക്കുട്ടികളെയും സൃഷ്ടിച്ചു തന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന മറ്റൊരു നിഅമത്താണ് വിശിഷ്ടമായ ഭക്ഷണം കഴിക്കാനുള്ള അനുഗ്രഹം നമുക്ക് ചെയ്തു തന്നു. നമ്മൾ പശുവിന് കൊടുക്കുന്നത് പുല്ല്, വൈക്കോല്, കാടി വെള്ളം, വേണമെങ്കിൽ കുറച്ച് പുണ്ണാക്കിട്ട് കൊടുത്താൽ ഉഷാറായിട്ട് കുടിച്ചോളൂ, അത്രയേ ഉള്ളൂ. ഒരു പശുവും ഞാൻ എത്ര ലിറ്റർ പാല് തരുന്നുണ്ട് അതുകൊണ്ട് കോഴി ബിരിയാണി ഇവിടെ കൊടുന്ന് വെക്കുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ആലോചിച്ച് നോക്കുങ്ങൾ. അത് തരുന്ന പാലിൽ ഒരു ഗ്ലാസ് പാലെങ്കിലും എനിക്കും കുടിക്കാലോ എന്ന് ഒരു പശു ഇന്നേ വരെ തീരുമാനിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കണങ്ങൾ. അതൊക്കെ നമുക്ക് വേണ്ടി. വറസഖക്കും മിനത് ത്വയ്യിബാത്ത്. എല്ലാവിധ പോഷക മൂല്യങ്ങളുമുള്ള കോഴിമുട്ട കഴിക്കുന്നത് നമ്മളാണ്, കോഴിയല്ല. കോഴിക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ വേസ്റ്റ് മാത്രമാണ്. ആലോചിച്ച് നോക്കുങ്ങൾ. വറസഖക്കും മിനത് ത്വയ്യിബാത്ത്. അതിവിശിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുവാനുള്ള അനുഗ്രഹം ഈ കുടുംബത്തെപ്പോലെ നിങ്ങൾക്കിതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിരിക്കുന്നു. ഈ ആയത്ത് അവസാനിക്കുന്നത് ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ കിട്ടുന്നിട്ടാണ്. അതൊരു പ്രസക്തമായ ചോദ്യം. അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളോട് നിങ്ങൾ നിഷേധാത്മകമായ നിലപാടാണോ സ്വീകരിക്കുന്നത്? നിരർത്ഥകമായ കാര്യങ്ങളിലാണോ നിങ്ങൾ ഈമാൻ കൊള്ളുന്നത്? അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. അള്ളാഹുവിൻ്റെ നിഅമത്തിനെ നിങ്ങൾ നിഷേധിച്ച് തള്ളുകയും നിന്നയോടെ തിരസ്കരിക്കുകയുമാണോ ചെയ്യുന്നത്? ഒരു വലിയ ചോദ്യം. ഇന്നത്തെ സമകാലീന സമൂഹത്തിൽ ഏറെ പ്രസക്തമായ ചോദ്യം. കുട്ടികൾ വിവാഹം വെറുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, എന്നിട്ടോ അവർ ഹറാമായ വഴിയിലൂടെയാണ് ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്താണ്? ലിവിങ് ടുഗദർ എന്നാണ് അതിൻ്റെ പേര്. ഒന്നിച്ച് ജീവിക്കുക, അത്രയേ ഉള്ളൂ. പ്രായപൂർത്തിയായാൽ നമ്മളുടെ നിയമം അനുസരിച്ച് അതിന് തെറ്റൊന്നുമില്ല. 18 വയസ്സായാൽ കാത്തിക്കണവരുണ്ട്. അതായത് 18 ദിവസവും 18 വയസ്സും ഒരു ദിവസവും ആയിട്ട് വേണം ലിവിങ് ടുഗദർ ആരംഭിക്കാമെന്ന് വിചാരിച്ച്. അത് അങ്ങനെ ഉറക്കെ പറയുന്നവരുണ്ട് കേട്ടോ. 18 വയസ്സ് വരെയല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ കെട്ടിയിടാൻ പറ്റുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി ഒരു ദിവസം കൂടെ ആയാൽ അപ്പം നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം കാണാമെന്ന് പറയുന്ന പെമ്മക്കൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെ അവർ ജീവിക്കുകയാണ്. ലിവിങ് ടുഗദർ. കോൺട്രാക്റ്റ് മാരേജ് ഉണ്ട്. ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട്. അതെന്താണെന്നറിയോ? ഒരു ബെനിഫിറ്റ് പറഞ്ഞുറച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫ്രണ്ടിനെ സ്വീകരിച്ചിട്ട് കുറച്ചു കാലം ജീവിക്കുക.
ഓപ്പൺ മാരേജ്, കോൺട്രാക്റ്റ് മാരേജ്, ട്രയൽ മാരേജ്, ഇതൊക്കെ ഇന്ന് നടപ്പുള്ള ചില വിവാഹങ്ങളുടെ കോല. അതിൻ്റെ അവസാനത്തെ ഇനും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതെന്താണെന്നറിയോ? വൈഫ് സ്വാപ്പിങ്. അത് ടൂർ പോകുമ്പോഴൊക്കെ ഈ ഭാര്യ ഭർത്താക്കന്മാർ എന്ത് ചെയ്യുക? ഇവൻ്റെ ഭാര്യനെ മറ്റോന് കൊടുക്കുക ഒരു 4 ദിവസത്തിന്, ഓൻ്റെ ഭാര്യനെ ഇങ്ങോട്ടും കൊടുക്കുക. സ്വാപ്പിങ് ഈ വെച്ച് മാറലാണ്. അതും നടക്കുന്നുണ്ട്. ഞാനിത് ഇങ്ങനെ ഓപ്പണായിട്ട് ഈ പള്ളിൻ്റെ അകത്തുനിന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങളാരും വിചാരിക്കേണ്ടതില്ല അൻകായത്തുക്ക വസബജുത്തുക്ക ബിന്തി എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഏർപ്പാടേ ഇവിടെ നടക്കണുള്ളൂ എന്ന്. ദുനിയാവ് അങ്ങനെയല്ല, ആകെ മാറിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചിടത്തൊന്നുമല്ല, ബാത്തിലായ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈമാൻ കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പവിത്രമായ ബന്ധങ്ങൾ ഇവിടെ നിലനിൽക്കുന്നില്ല. ആ ബന്ധവിച്ഛേദത്തിന് വേണ്ടി ലിബറലിസത്തിൻ്റെ പേരിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ ബെസ്റ്റ് സെല്ലറായി മാറിയിട്ടുണ്ട്. 1935 രചിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഫാദർലെസ് അമേരിക്ക എന്നാണ്. ആ പുസ്തകം രചിക്കാനുണ്ടായ കാരണം നേരത്തെ പറഞ്ഞതുപോലെ സാപ്പിയൻസ് എന്ന പേരിലും 21 നിർദ്ദേശങ്ങൾ, എന്തിന് 21st സെഞ്ച്വറി 21ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഒരു 21 നിർദ്ദേശങ്ങൾ, 21 ലെസൺസ് ഫോർ ദ 21st സെഞ്ച്വറി. പുസ്തകം രചിച്ചത് യുവാൻ നോവ ഹരീരി എന്ന് പറയുന്ന ഈ നവ ലിബറലിസത്തിൻ്റെ പ്രചാരകനും പ്രവാചകനും ഒക്കെ ആയി അറിയപ്പെടുന്ന ആളാണ്. അതിലടങ്ങുന്ന വലിയ വിപത്തിനെക്കുറിച്ചാണ് അവസാനം 1995 ഡേവിഡ് ബ്ലാങ് ഹാൻ എന്ന് പറയുന്ന വ്യക്തി ഫാദർലെസ് അമേരിക്ക എന്ന പുസ്തകം രചിച്ചത്. ആ പുസ്തകത്തിൽ അമേരിക്ക ഇന്ന് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തുക്കളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കാരണം ഹൈസ്കൂളിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അറിയാതെ ഗർഭിണികളാവുകയാണ്. അവിടുത്തെ ആൺകുട്ടികൾ 12ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്ക് അറിയാതെ അച്ഛന്മാരായി മാറുകയാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾ അമ്മമാരുമായി മാറുകയാണ്. അവർ പ്രസവിക്കപ്പെടുന്ന കുട്ടികൾ ജാരസന്താനങ്ങളായി മാറുകയാണ്. അത്തരം ഒരു അപകടകരമായ അവസ്ഥ ചിത്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടാണ് ഈ ബ്ലാങ് ഫാദർലെസ് അമേരിക്ക എന്ന ഗ്രന്ഥം ഡേവിഡ് ബ്ലാങ്കൻ ഹാൻ എന്ന് പറയുന്ന വ്യക്തി രചിച്ചത്. അതും ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെട്ടു അമേരിക്കയിൽ. യഥാർത്ഥത്തിൽ ആ നിരീക്ഷണങ്ങളൊക്കെ ഇന്ന് എല്ലാ സമൂഹത്തിലും ഒരുപോലെ പടർന്ന് പന്തലിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഹരീരി അന്ന് പ്രവചിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുടുംബത്തെ നമ്മൾ നിരാകരിക്കേണ്ടതില്ല, അതിനെതിരെ യാതൊന്നും പറയേണ്ടതില്ല, അതൊക്കെ അങ്ങനെ ഒലിച്ചു പോയിക്കോളുന്ന കുടുംബ സംവിധാനങ്ങൾ ഇല്ലാതെയായി പോയിക്കൊള്ളും നവ ലിബറലിസം വരുമ്പോന്നാ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ മാനിക്കപ്പെടാത്ത ഒരു അവസ്ഥ വരികയാണ്. കുടുംബ ബന്ധങ്ങളുടെ ആ ഫൗണ്ടേഷനായി മാറേണ്ടത് യഥാർത്ഥത്തിൽ സ്നേഹമാണ്. ആ സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് രാവിലെ നമ്മൾ കേട്ടതുപോലെ അഫ്വാൻ എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ ഒരു പയ്യൻ തൻ്റെ കാമുകിയെയും തൻ്റെ മാതാവിനെയും തൻ്റെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ തലക്കടിച്ചു. മൃഗീയമായി എന്ന് പറയാൻ പറ്റുക, കാരണം ഒരു മൃഗവും ചെയ്യാത്തതാണ് ഇത്തരം ചെയ്തികൾ. ആ രൂപത്തിൽ കൊല്ലാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വൈവാഹിക ബന്ധത്തിൻ്റെ ആ പവിത്രത പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് മിന്നായാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ എന്ന് പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത്. എന്തിനാണത്? ലിതസ്കുനു ഇലൈഹ, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ആത്മനിർവൃതിയോടെ മനസ്സമാധാനത്തോടെ കഴിയാൻ.
നമ്മുടെ വീട് മസ്കനായി മാറണമെന്ന് നമ്മൾ പറയാറുണ്ട്. അത് മസ്കനായി മാറണം എന്നുണ്ടെങ്കിൽ ആ സ്നേഹവാത്സല്യവും കാരുണ്യവുമാകണം അവിടുത്തെ ഫൗണ്ടേഷൻ. പണ്ടത്തെ മാതിരിയല്ല. പണ്ട് ബാത്റൂം ടോയ്ലറ്റൊക്കെ പറമ്പിൻ്റെ ഒരു അരുവിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിനെ. ഇപ്പോൾ അത് ഡൈനിങ് ഹാളിൻ്റെ ഒരു മൂലക്കെ തന്നെ ഉണ്ട്. ഏതൊരു വസ്തു കൊണ്ടാണോ നമ്മുടെ ബെഡ്റൂം ഉണ്ടാക്കിയത്, അതേ സാധനം കൊണ്ട് തന്നെയാണ് നമ്മുടെ ബാത്റൂം ഉണ്ടാക്കിയിട്ടുള്ളത്. സെയിം മെറ്റീരിയൽസ്, കല്ലായാലും കമ്പിയായാലും സിമൻ്റ് ആയാലും ഒക്കെ ഒന്ന് തന്നെ. പിന്നെ എങ്ങനെ ബെഡ്റൂം മസ്കനായി മാറുന്നത്, അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നല്ല ഒരു ഭാര്യയെക്കുറിച്ചുള്ള സങ്കല്പം തൻ്റെ ഭർത്താവിനുണ്ടാകണം. തനിക്ക് കിട്ടിയ ഭർത്താവ് ഏറ്റവും നല്ല ഉത്തമനായ ഭർത്താവാണെന്ന ബോധ്യം ആർക്കുണ്ടാകണം? ഭാര്യയ്ക്കുണ്ടാകണം. മൈനസ് പോയിൻ്റ് മാത്രം കാണരുത്. ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ നല്ലൊരു കറി വെച്ച് കൊണ്ടുവന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിക്കും ആരാ കറി ഉണ്ടാക്കിയെന്ന്. പേര് മാത്രം പറയില്ല. ഈ കറി ഉണ്ടാക്കി നന്നായിട്ടുണ്ട്, ഈ ഉണ്ടാക്കിയ കറി എന്നാണ് പറയേണ്ടത്. പക്ഷേ അത് പറഞ്ഞതിന് പകരം ആരെന്ന് കറി ഉണ്ടാക്കിയെന്ന്. അവിടെ ആരാ വന്ന് കണ്ട് കറി ഉണ്ടാക്കുക? ചിലപ്പോൾ ഭാര്യ അതെന്നെ ചോദിക്കും കേട്ടോ, എന്ത് ഞാനല്ലാതെ ആരാ അവിടെ കറി ഉണ്ടാക്കാനെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. സത്യത്തിൽ പറയേണ്ടത് നിൻ്റെ കറി കൂട്ടാനൊക്കെ വലിയ ഇഷ്ടമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് പറയാൻ എപ്പോഴെങ്കിലും കഴിയണം. തിരിച്ചിങ്ങോട്ടും ആ മൈനസ് മാത്രം നോക്കിക്കാൻ നിൽക്കരുത് എന്നർത്ഥം. ഒരു ഭാര്യൻ്റെ കഥ ഉണ്ട്. വൈകുന്നേര സമയത്ത് ഇങ്ങനെ കുറച്ച് ഇരുട്ടിങ്ങനെ പരക്കുന്ന സമയത്ത് എന്ത് ചെയ്താലും കുറ്റം പറയണ ഭാര്യൻ്റെ മുന്നിലൊന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാമെന്ന് ഭർത്താവ് വിചാരിച്ചാണ്. ഇവൾ ഇന്നാലെങ്കിലും ഒന്ന് സമ്മതിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവളിങ്ങനെ നോക്കി നിൽക്കുക. ഭർത്താവ് ഇങ്ങനെ ആ ഇരുട്ട് പകരുന്ന ആ വൈകുന്നേര സമയത്ത് ഒന്നിങ്ങനെ വീടിന് ചുറ്റും പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ വന്നു, കൈയൊക്കെ കെട്ടിയിട്ട് എങ്ങനെയുണ്ട് ഇപ്പം എൻ്റെ പറക്കൽ, എന്താ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഭാര്യ ഇയാളെ കുറ്റപ്പെടുത്തി പറഞ്ഞു, ഓൻ്റെ മനുഷ്യങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഇവിടെ പറന്ന് നടക്കണത്, നിങ്ങൾക്ക് നേരെ ചൊവ്വ നടക്കാൻ പറ്റുമോ എന്ന് വെച്ചുകൊണ്ടാണ് ചീത്ത. അപ്പോഴാണ് ഇയാൾ പറഞ്ഞെന്നാൽ മനസ്സിലാക്കിക്കോ, ആ പറഞ്ഞത് ഞാനാ. നിങ്ങളേനി വെറുതെ അല്ല ഇനിങ്ങനെ ഇടയ്ക്കൊരു ചെരുവ് എന്ന്. നിങ്ങളേനോന്ന് ചോദിച്ചിട്ട് ഇടയ്ക്കൊരു ചെരുവ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ആ ചെരുവ്, അല്ലെങ്കിലോ വളരെ ബെസ്റ്റായിട്ടുണ്ട് പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ പേരിൽ. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പലപ്പോഴും ഇജാതി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തിനും കുറ്റം പറയാം, എന്തായാലും ഭാര്യനെ പഴിക്കുക. ഈ വെറുതെ ഒരു ചങ്ങാതി പൊട്ടൻ ചങ്ങാതിനോട് ആളുകൾ ചോദിച്ചു, ഇതുവരെ എൻ്റെ ഭാര്യനെ അടിച്ചിക്കൊണ്ടാടാ? ഇല്ല. എത്ര കൊല്ലമായി ചങ്ങാതി കല്യാണം കഴിഞ്ഞിട്ട്? 10 കൊല്ലം. 10 കൊല്ലമായിട്ട് ഇന്ന് വരെ ഭാര്യനെ തല്ലിയിട്ടില്ല. ഇജ്ജൊക്കെ ഒരു ആണാ? അപ്പം തീരുമാനിച്ചു, എന്നാലേ ഇനി ഇവിടുന്ന് കണ്ട ആണാകുക. എങ്ങനെ? ഭാര്യനെ തല്ലിയിട്ട്. അപ്പം ഞാനിപ്പോൾ എന്തു പറഞ്ഞിട്ടാണ് അവളെ തല്ലുകയെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മറ്റോ വളവ് പറഞ്ഞു കൊടുത്തു, ഇജ്ജൊരു കാര്യം ചെയ്യുക, ഒരു 1/2 കിലോ പഴം മേടിച്ചിട്ടാണ് കൊണ്ടേ കൊടുക്കുക, ഒന്നും മിണ്ടാണ്ടങ്ങോട്ട് ഇറങ്ങി പോകുന്ന ആളെ. എന്നിട്ട് 10 മണിയാവുമ്പോൾ ഇടുക്ക് പഴവും ചായ ഇരിക്കുമെന്ന് പറയാം. ആ പഴങ്ങാനും പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെ എന്നോട് പഴം പുഴുങ്ങാൻ പറഞ്ഞു പറഞ്ഞാൽ തല്ല. പുഴുങ്ങിയിട്ടില്ലെങ്കിലോ മനുഷ്യന്മാർക്ക് കഴിക്കാൻ പച്ചപ്പഴം കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും തല്ല. രണ്ടായാലും തല്ല ഉറപ്പാണ്. ആ ധൈര്യത്തിൽ പഴം കൊണ്ടേ കൊടുത്തിട്ട് പിന്നെ ഇയാളുകൊണ്ട് ഇറങ്ങിപ്പോന്ന് 10 മണിയായപ്പോൾ ചെന്നു ചായ എടുക്കുകയാണ്. ഇയാളിങ്ങനെ കുപ്പായ കൈയൊക്കെ കയറ്റി വെച്ചിട്ട് അടിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇവളെന്താ ചെയ്തതെന്നറിയ, 2 പഴം പുഴുങ്ങിയതും 2 പഴം പച്ചയും. ഇയാൾ അടിക്കാൻ നെയ്യത്തെ ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതാക്കണ പുഴുങ്ങിയ പഴം, ഇതാക്കണ പച്ചപ്പഴം എന്ന് കണ്ട് ഒരു ഗ്ലാസ് ചായയും. ഇയാളിങ്ങനെ ആലോചിച്ചൊന്ന് പഠിച്ച റബ്ബെ ഇനി എന്തും പറഞ്ഞിട്ടാ തല്ല. എന്തായാലും ഇയാൾ ആലോചിച്ചില്ല, അടിക്കാൻ നേർച്ചറിഞ്ഞാണല്ലോ. ഇയാൾ ഒരേറ്റ അടിയാ. എന്നിട്ട് ചോദിച്ചു, ആരെ എന്നോട് പഴം പുഴുങ്ങിയില്ല? എന്തുകൊണ്ട് പഴം പുഴുങ്ങിയില്ല? 2 പുഴുങ്ങിയതുകൊണ്ട് 2 പുഴുങ്ങാത്തതുകൊണ്ട് അവൻ പറഞ്ഞിട്ട് അടിച്ചേ. എന്തുകൊണ്ട് പഴം പുഴുങ്ങിയില്ല എന്നറിഞ്ഞു കണ്ട അടിച്ചേ. വീട്ടിൽ സമാധാനം ഉണ്ടാവുമ്പോഴാണ് സ്നേഹം ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുമ്പോഴാണ് സമാധാനം ഉണ്ടാവുക. സമാധാനവും സ്നേഹവും യഥാർത്ഥത്തിൽ മാനത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒന്നല്ല, അത് നമ്മൾ കരുതിക്കൂട്ടി ഉണ്ടാക്കണം. അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം,
അതുപോലെ തന്നെ എല്ലാവരുമായി നർമ്മം കലർന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷം പകർന്ന വർത്താനം പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പഴം കഴിച്ചപ്പോൾ ആ കുരുവൊക്കെ അലി മരുവനാണല്ലോ, പ്രിയപ്പെട്ട മരുമകൻ, ഫാത്തിമയുടെ ഭർത്താവ്. അതുകൊണ്ട് ആ ഈത്തപ്പഴം കഴിച്ചിട്ട് കുരുവൊക്കെ നബി എന്ത് ചെയ്തു എന്നറിയോ? അലിൻ്റെ മുന്നിക്കാണ് വെച്ച് കൊടുത്തത്. അവസാനം തീറ്റയൊക്കെ കഴിഞ്ഞപ്പോൾ നബി അലിനോട് പറഞ്ഞു, ഓ അലി, എൻ്റെ മുമ്പിലുള്ളൊരു ഈത്തപ്പഴത്തിൻ്റെ കുരു എന്ന് പറഞ്ഞാൽ ഇത്ര അധികം ഈത്തപ്പഴം തിന്നുമല്ലേ എന്നാണ് ധ്വനി. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇത് അമ്മോശൻ നമ്മളെ പറ്റിച്ചതാണ് എന്നുള്ള കോലത്തിലല്ല പെരുമാറിയത്. എന്താ പറഞ്ഞു നിങ്ങൾ? അലി റളിയല്ലാഹു അൻഹു ആ നബിനോട് പറഞ്ഞു, നബിയെ ഞാൻ കുരു ഒഴിവാക്കിയിട്ടാണ് തിന്നത്. എന്നുവെച്ചാൽ നബി ഈത്തപ്പഴം തിന്നിട്ടുണ്ട്, പക്ഷെ കുരു കാണാനില്ല. അതിൻ്റെ അർത്ഥം എന്താ? കുരു അടക്കം വിഴുങ്ങിന്നല്ലേ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ കുരു ഒഴിവാക്കിയിട്ടാണ് തിന്നത്. ഒരു നല്ല മരുവൻ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നോക്കുങ്ങൾ, അമ്മോശം ഇങ്ങനെ വരുമ്പോൾ മരുവൻ കാണാൻ അതിൻ്റെ അപ്പുറത്തുകൂടി അങ്ങോട്ട് മരുവൻ വരുന്നുണ്ടെങ്കിൽ ഇനി ഓൻ ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ അവിടെ ഒരു വിലങ്ങ് തടി കണ്ടാന്ന് വിചാരിച്ചാൽ അമ്മോശ അങ്ങോട്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഈ അമ്മോനും അല്ല, ഈ അമ്മോശാക്കിയും മരുവനും കൂടെ ഒക്കൂല എന്നാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അവിടെ സന്തോഷം കളിയാടണം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഒരു കവിത ചൊല്ലി. എന്തായിരുന്നു കവിത എന്നറിയോ? നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി. ഈ പെണ്ണുങ്ങൾ എന്ന് പറയണതുണ്ടല്ലോ, പടച്ചോ ഞമ്മക്കും വേണ്ടി സൃഷ്ടിച്ച 1-ാം നമ്പർ ശൈത്താന്മാരാ. നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി. ഈ പിശാചുക്കളുടെ ശല്യത്തിൽ നിന്ന് പടച്ച തമ്പുരാനോട് കാവൽ ചോദിക്കല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല എന്ന് ഫാത്തിമ ബീവിൻ്റെ മുന്നിൽ നിന്ന്. നമ്മളെ ഭാര്യ ഫാത്തിമയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു പാട്ട് നമ്മൾ പാടിയ ഓർമ്മയുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ തന്നെ ഉണ്ടാവും അവിടുന്ന് ഒരു പോക്ക്. ആ ഫാത്തിമയോട് തെറ്റുന്നല്ലാതെ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേ സമയത്ത് ആലോചിച്ച് നോക്കും നിങ്ങൾ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിവൈഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അവർ അതേ ട്യൂണിൽ, അതേ രീതിയിൽ, അതേ വൃത്തത്തിൽ, അതേ പ്രാസത്തിൽ അതിന് മറുപടി കൊടുത്തു എന്നാ. എന്താ പാടിയത്? ഹീനുൻ ഖുലിഖ്ന ലക്കും വകുല്ലുക്കും തസ്തഹി ശമ്മറയാഹീനി. അലി, നിങ്ങളുടെ വീക്ഷണം തെറ്റി. നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പിശാചുക്കളല്ല ഈ സ്ത്രീകളൊന്നും, മറിച്ച് ഈ സ്ത്രീകളൊക്കെ റൈഹാൻ പുഷ്പങ്ങളാണ്, സുഗന്ധം വമിക്കുന്ന പുഷ്പങ്ങളാണ്. വകുല്ലുക്കും തസ്തഹി ശമ്മറയാഹീനി. ഈ സുഗന്ധം വമിക്കുന്ന പരിലസിക്കുന്ന ഈ പുഷ്പങ്ങളെ പുൽകാൻ ആഗ്രഹിക്കാത്തവരാരാ നിങ്ങളുടെ കൂട്ടത്തിൽ? പിന്നൊന്നും അലി പാടിയിട്ടില്ല. നല്ല ഉചിതമായ മറുപടികൾ കൊടുത്തു. ആ ജീവിതത്തിൽ സന്തോഷം കളിയാടണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ സമയമായിട്ടുണ്ട്, ഞാൻ നിർത്തുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ. ഞങ്ങളുടെ ഇണകളിലും, അപ്പോൾ ആണും പെട്ടു പെണ്ണും പെട്ടു, പെണ്ണാണെങ്കിൽ ആണുങ്ങളിലൂടെ, ആണാണെങ്കിൽ പെണ്ണുങ്ങളിലൂടെ, ആ ഇണകളിലൂടെ ഞങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടണം. അതുപോലെ തന്നെ ഞങ്ങളുടെ സന്താനങ്ങളിലൂടെയും ഞങ്ങൾക്ക് നാഥാ നീ കൺകുളിർമ പ്രദാനം ചെയ്യണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളെ മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നല്ല, മറിച്ച് മുത്തഖികളുടെ മുന്നിൽ നിൽക്കുന്ന ആളായിട്ട് മാറാൻ ഞങ്ങൾക്ക് കഴിയണം.
ജീവിതത്തിൻ്റെ മുഴുതലങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമായി തീരുക. എല്ലാവർക്കും സംതൃപ്തി കളിയാടുന്ന ഇടമായി, മസ്കനായി നമ്മുടെ വീട് മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും നിലനിൽക്കുന്ന സുദൃഢമായ ബന്ധമാക്കി നമ്മുടെ ബന്ധങ്ങളെ മാറ്റുകയും ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോഴും ആ പ്രയാസങ്ങളുടെ ഭാണ്ഡങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു സൗഭാഗ്യകരമായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.